നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാവിന് എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചുകൂവാമെന്ന് കരുതരുത്. സഭയ്ക്ക് നേരെ വന്നു കഴിഞ്ഞാൽ മറുപടി അതേ നാണയത്തിൽ തിരിച്ചു തരാൻ അറിയാമെന്ന് PC ജോർജിന് മറുപടി. PC ജോർജും മകനും ചേർന്ന് മതമേലധ്യക്ഷന്മാർക്ക് നേരെ, മെത്രാന്മാർക്ക് നേരെ വിഷം ചീറ്റുന്ന വർത്തമാനങ്ങളുമായി രംഗത്ത് വന്നിരുന്നല്ലോ. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സഭ കൊടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തിനും മുഖപത്രത്തിനുമെതിരെ നടത്തിയ ആരോപണങ്ങളിൽ PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സഭാ നേതൃത്വത്തെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അനുവദിക്കാനാവില്ല. മതനേതാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചാനലുകളിൽ കയ്യടിക്ക് വേണ്ടി സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഭീഷണിയുടെ സ്വരം സഭയോട് വിലപ്പോകില്ലെന്നും എല്ലാ കാലത്തും മെത്രാന്മാരും വൈദികന്മാരും മിണ്ടാപ്രാണികളായിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആരും തങ്ങളെ പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും അത്തരമൊരു ചിന്ത ആർക്കും വേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മെത്രാന്മാരും വൈദികരും എല്ലാ സമയത്തും നിഷ്പക്ഷരായിരിക്കണം എന്ന് പറയാൻ ആർക്കും സാധിക്കില്ലെന്ന് ബിഷപ്പ് പറഞ്ഞു. ചാനലുകൾക്ക് വേണ്ടിയോ കയ്യടി കിട്ടുന്നതിനു വേണ്ടിയോ സമുദായ നേതാക്കളെയും വൈദികരെയും അവഹേളിക്കുന്ന ശൈലി ശരിയല്ല. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ കൂടി മാനിക്കണം. ചാനൽ ഭാഷ ഉപയോഗിച്ച് സഭയുടെ അന്തസ്സ് കെടുത്താൻ ശ്രമിക്കുന്നവർ ആരായാലും അത് അംഗീകരിക്കാനാകില്ല എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് സഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് ബിഷപ്പ് പറഞ്ഞു. എന്നാൽ ആയിരക്കണക്കിന് വൈദികരും വിശ്വാസികളുമുള്ള ഈ സഭയെ മൂലക്കിരുത്താമെന്നോ സഭ മിണ്ടാപ്രാണികളായി ന്യൂട്രൽ ആയിരിക്കണമെന്നോ ആരും കരുതേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർക്കു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് വ്യക്തമല്ലെന്നും മെത്രാന്മാർ നിശബ്ദരായിരിക്കണമെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബിഷപ്പ് മറുപടി കൊടുത്തു. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി മതനേതാക്കളെ മാന്യതയില്ലാതെ വിമർശിക്കുന്നത് നീതീകരിക്കാനാകില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് ചോദിക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ബിഷപ്പ് മറുപടി നൽകി. രഹസ്യമായി വോട്ട് ചോദിച്ചു എന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ അദ്ദേഹം പരസ്യമായി തന്നെ വോട്ട് ചോദിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കി. ഭരണഘടന അനുവാദം നൽകുന്ന കാര്യമാണിതെന്നും ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചോദിക്കാൻ ആരെയും ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മെത്രാന്മാർക്കും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാമെന്നാണ് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. PC ജോർജിന് വായടപ്പിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു PC ജോർജ് പാലാ ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ താമസ മുറികൾക്ക് മുന്നിൽ വെച്ച് നടത്തിയ പ്രസ് മീറ്റിലെ പരാമർശങ്ങൾ ബിഷപ്പിനെ ചൊടിപ്പിച്ചത്. മെത്രാന്മാർ താമസിക്കുന്ന മുറികൾക്ക് മുന്നിൽ നിന്ന് എന്തും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെയുള്ള വിമർശനങ്ങളെയും ബിഷപ്പ് പ്രതിരോധിച്ചു. ദീപിക സത്യം പറയുന്ന പത്രമാണെന്നും അതിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും പാലാ ബിഷപ്പ് നിഷ്പക്ഷനാകണമെന്നായിരുന്നു PC ജോർജ് മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ അതേ പാലാ ബിഷപ്പ് തന്നെ ഇപ്പോൾ ജോർജിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. പേരെടുത്ത് പറയാതെ തന്നെ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ബിഷപ്പ് മറുപടി നൽകിയത്. പാലാ രൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ബിഷപ്പിന്റെ 100ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജോർജ് അദ്ദേഹത്തെ കാണാനെത്തിയത്. രാഷ്ട്രീയമായ ചർച്ചകൾക്കല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാനാണ് താൻ വന്നതെന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. സന്ദർശനത്തിനിടെ അദ്ദേഹം തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും ജോർജ് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. പിതാവ് എനിക്ക് പ്രത്യേകം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നാന്തരം ഒരു കൊന്തയും കുരിശുമാണ് നൽകിയതെന്നും PC ജോർജ് പറഞ്ഞിരുന്നു. 100ാം വയസ്സിലും ബിഷപ്പിന് എല്ലാ കാര്യങ്ങളിലും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുന്നുവെന്നും ജോർജ് പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ബിഷപ്പിന്റെ കുടുംബവുമായി തനിക്ക് വലിയ അടുപ്പമാണുള്ളതെന്നും ഇത്തരം സന്ദർശനങ്ങൾ ഔദ്യോഗികമായ ഒന്നല്ലെന്നും PC ജോർജ് വ്യക്തമാക്കിയിരുന്നു. സന്ദർശനത്തിന് പിന്നാലെ സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ ജോർജ് കടുത്ത ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. തന്നെ കവലച്ചട്ടമ്പി എന്ന് വിശേഷിപ്പിച്ച പത്രത്തിന്റെ നിലപാടിനെയായിരുന്നു PC വിമർശിച്ചത്. ദീപിക ഇപ്പോൾ ഫാരിസ് അബൂബക്കറിന്റെ പത്രമാണെന്നും അവർ എഴുതുന്നത് അവരുടെ വാപ്പയെ പറ്റിയാണെന്നും PC ജോർജ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പത്രത്തിൽ വരുന്ന വാർത്തകൾ തന്നെ ബാധിക്കില്ലെന്നും PC വ്യക്തമാക്കി. സംസാരിക്കുന്ന ശൈലി മാറ്റുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം PC ജോർജ് പുച്ഛിച്ചു തള്ളി. ശൈലി മാറ്റാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ PC വിമർശിച്ചവരെ ഇത്തുൽ കണ്ണികളെന്നും വിളിച്ചു. ബിഷപ്പിനെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ മറ്റൊരു വർത്താനം പറയേണ്ടി വരുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു.
സഭയോട് മൊത്തത്തിൽ തനിക്ക് വിരോധമില്ലെങ്കിലും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ താൻ ശക്തമായി നിലകൊള്ളുമെന്ന് ജോർജ് ആവർത്തിച്ചു. വോട്ടെടുപ്പ് 2 ദിവസം മുൻപ് വിശ്വാസികളെ വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് PC ജോർജ് ആരോപണം ഉന്നയിച്ചത്. നിഷ്പക്ഷമായി നിൽക്കേണ്ട സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെട്ടതാണ് തന്റെ വേദനയ്ക്ക് കാരണമെന്നും PC പറഞ്ഞിരുന്നു. എന്നിരുന്നാലും താനും മകൻ ഷോൺ ജോർജും ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തനിക്ക് 100% ആത്മവിശ്വാസമുണ്ടെന്നും PC ജോർജ് പറഞ്ഞിരുന്നു. ഇതിനു മുൻപും PC ജോർജ് മെത്രാന്മാരെ, ബിഷപ്പുമാരെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. FCRയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു അത്തരമൊരു വിമർശനം ഉന്നയിച്ചത്. എന്തിനാണ് ഇവന്മാർ കിടന്ന് കുരയ്ക്കുന്നത് എന്നായിരുന്നു മെത്രാന്മാരെ പരിഹസിച്ചുകൊണ്ട് PC ജോർജ് ചോദിച്ചത്. അച്ഛന്മാർക്ക് സഭയുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെയെന്നും എന്തിനാണ് രാഷ്ട്രീയത്തിൽ തലയിടുന്നത് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു PC ജോർജിന്റെ വർത്തമാനങ്ങൾ. ദീപിക പത്രത്തിൽ PC ജോർജിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം BJP നേതാക്കൾക്കെതിരെയും വിമർശനം ചൊരിഞ്ഞിരുന്നു. ഏത് രാഷ്ട്രീയ അവസരവാദി വന്നാലും നിലപാട് ഇനിയും പറയേണ്ടി വരുമെന്നായിരുന്നു ദീപിക മുഖപ്രസംഗത്തിൽ വിമർശിച്ചത്. ദീപികയിൽ എഴുതുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടേതല്ലെന്ന് BJP നേതാവ് ഷോൺ ജോർജ് ഇതിനിടെ വ്യക്തമാക്കി. ബിഷപ്പുമാർ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ വർത്തമാനം പറയുമെന്നായിരുന്നു PC ജോർജ് പ്രതികരിച്ചത്. അതായത് അപ്പനും മോനും കൂടി സഭയ്ക്കും സഭാപത്രത്തിനു നേരെയും നിരന്തരം വിമർശനങ്ങളും പരിഹസിക്കലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. FCRA വിഷയത്തിൽ മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാട് ഇനിയും പറയേണ്ടി വരും. ഇതായിരുന്നു ദീപിക പത്രം കുറിച്ചത്. ഇങ്ങനെ ഒരു ലേഖനം പത്രത്തിൽ വന്നതോടെ ഷോൺ ജോർജ് രംഗത്ത് വന്നു. ദീപികയിൽ കോൺഗ്രസ് രാഷ്ട്രീയം വേണ്ട, BJP ഒരു ബില്ല് പാസ്സാക്കണമെന്ന് വിചാരിച്ചാൽ പാസ്സാക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഷോൺ പറഞ്ഞു. ഇതിനെതിരെ PC ജോർജ് പാലാ ബിഷപ്പ് ഹൗസിലെത്തുകയായിരുന്നു. തുടർന്നായിരുന്നു വലിയൊരു വിമർശനത്തിലേക്കും വിവാദങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിയതും. ഒടുവിൽ ഇപ്പോൾ ബിഷപ്പ് തന്നെ PC ജോർജിനും മകനും മറുപടി കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.